ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വേണ്ടിയുള്ള താരലേലം പുരോഗമിക്കുകയാണ്. സൗദിയിലെ ജിദ്ദയിൽ വെച്ച് ടീമുകളിൽ നടക്കുന്ന ലേലത്തിൽ 10 ടീമുകളും അടുത്ത സീസണായുള്ള തയ്യാറെടുപ്പിലേക്കാണ്. എങ്കിലും ലേലത്തിന് എത്തും മുമ്പേ ആരൊക്കെ വേണം, ഏതൊക്കെ മേഖലയിൽ കരുത്തു കൂട്ടണമെന്നൊക്കെ ടീമുകൾ മുൻകൂട്ടി കാണുന്നത് പതിവാണ്. അത്തരത്തിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിനെ. 12.25 കോടി രൂപയ്ക്കാണ് മുഹമ്മദ് സിറാജിനെ ഗുജറാത്ത് തങ്ങളുടെ നിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത്തവണ ഗുജറാത്ത് ഏറെ കണക്കുകൂട്ടലുകളുമായി എത്തിയ നീക്കമാണെന്ന് നിസ്സംശയം പറയാം. ലേലത്തിന് 2ാം താരമായി ഉണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാഡയ്ക്ക് വേണ്ടി യാതൊരു സങ്കോചനവും കൂടാതെ ഗുജറാത്ത് വാങ്ങിയിരുന്നു. അതിനവർ ചെലവാക്കിയത് സിറാജിനേക്കാൾ കുറഞ്ഞ തുകയാണെന്നും ഓർക്കണം. 10.75 കോടി രൂപയ്ക്കാണ് ദക്ഷിണാഫ്രിക്കൻ പേസറെ അവർ കൂടാരത്തിലെത്തിച്ചത്. വരുന്ന സീസണിൽ ശക്തമായി പേസ് ആക്രമണത്തെ സംഘടിപ്പിക്കുക എന്നത് അവരുടെ ഭാഗമാണെന്ന് റബാഡയ്ക്ക് പുറമെ സിറാജിനെ എത്തിച്ചപ്പോൾ വ്യക്തമായി. എന്നാൽ ഒന്നും കാണാതെയല്ല മാനേജ്മെന്റ് സിറാജിനെ ടീമിലെടുത്തതെന്ന് പറയാം. കാരണം സിറാജ് എല്ലാ ഫോർമാറ്റുകളും ഒരേ ഫോം നിലനിർത്തുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിറാജിനെ എത്തിക്കുന്നത് ടീമിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അഹമ്മദാബാദ് പോലുള്ള പിച്ചിൽ ഷമ്മിക്ക് പകരം എന്തുകൊണ്ടും സിറാജിനെ കൊണ്ടുവന്നതൊരു രാജതന്ത്രം തന്നെയാണ്. കഴിഞ്ഞ 2 സീസണുകളിലായി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി സിറാജ് കളിച്ചിരുന്നു. അവിടെ ഭേദപ്പെട്ട റെക്കോർഡ് സ്വന്തമായുള്ള താരം കൂടിയാണ് സിറാജ്. കൂടാതെ നേരത്തെ നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം സിറാജ് എത്തുമ്പോൾ ക്യാമ്പ് ഒന്നുകൂടെ ശക്തമാകുമെന്നാണ് ടീം കരുതുന്നത്. കൂടാതെ സിറാജിനെ ഒപ്പം ചേർക്കാൻ ഗുജറാത്തിനെ പ്രേരിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഡീസന്റ് റെക്കോർഡാണ്. അവസാന സീസണിലെ 14 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റുകളും താരം നേടി. നിലവിൽ ഇന്ത്യൻ നിരയിൽ റബാഡയുമായി നല്ല സഖ്യമുണ്ടാക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് സിറാജ്. നേരത്തെ ലോകകപ്പ് ഹീറോ കൂടിയായ മുഹമ്മദ് ഷമിയെ ടീം നിലനിർത്തിയിരുന്നില്ല. മാത്രമല്ല ലേലത്തിൽ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചതുമില്ല. പകരം നേരത്തെ തന്നെ സിറാജിനായി അവർ ഉന്നമിച്ചിരുന്നു. കൂടാതെ ന്യൂ ബോൾ ഒപ്പം കിട്ടിയാൽ എന്തുകൊണ്ടും സിറാജ് ആക്രമണകാരിയാണെന്ന് എന്തുകൊണ്ടും വ്യക്തമാണ്. മാത്രമല്ല ആശിഷ് നെഹ്റയാണ് ടീമിന്റെ കോച്ചായി ഉള്ളത്. അതുകൊണ്ട് സിറാജിനെ എങ്ങനെ വേണം ഉപയോഗിക്കണമെന്നതിൽ ആശിഷ് നെഹ്റയ്ക്ക് കാര്യമായ സംശയങ്ങളില്ല. അതും സിറാജിനെ എത്തിച്ചതിൽ ഒരു പ്രധാന ഘടകമാണ്. കോഹ്ലിക്കൊപ്പം ഇനി സിറാജ് ഇല്ല എന്നുള്ളതാണ് RCB ആരാധകരുടെ ഏറ്റവും വലിയ സങ്കടം. അവർ രണ്ടുപേരും ചേർന്നുള്ള കോംബോ ആരാധകരേറെ ആഘോഷിച്ചിരുന്നു. എന്നാൽ അതിനി മുതൽ ഉണ്ടാകില്ല എന്ന സങ്കടമാണ് ആരാധകർക്ക്. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ.